കേരളത്തിലെ മാധ്യമപ്രവർത്തകർ വളരെയധികം ജാഗ്രതയോടെയാണ് ഓരോ വാർത്തകളും നൽകുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സംസ്കാരം അറിയാം. വാർത്തയെക്കുറിച്ച് അവർ പ്രത്യേകം പഠിച്ച് ചിലപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് വാർത്തകൾ നൽകുന്നത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ വന്നതിന് ശേഷം ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നും സ്വസ്ഥതയില്ല. എവിടെയും ഇടിച്ചു കയറും, എന്തും പറയും. ആ രീതിയിലേക്കാണ് മാറുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ പ്രകാരം നമുക്കറിയാമല്ലോ, അവിടെ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ആ ഒരു ചാനൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഈ ചാനലിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇതിന് റിപ്പോർട്ടറോട് അസൂയുണ്ടോ? കാരണം അവരടിച്ചു കയറും. കാരണം അതിന്റെ അവസാനം ശ്രീത്ത് പറഞ്ഞല്ലോ, അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് പിഴിഞ്ഞെടുക്കുവാണ്. അപ്പോൾ അവരടിച്ചു കയറും. കാരണം പെട്ടെന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കണം. ഒരു ദിവസം തന്നെ എത്ര ബ്രേക്കിംഗ് ന്യൂസാണ് വരുന്നത്? അവരാണ് ഏറ്റവും അധികം കൊടുക്കുന്നത്. ഇപ്പം റേറ്റിംഗിൽ ആരാണ് മുൻപന്തി നിൽക്കുന്നത്? റിപ്പോർട്ടർ ചാനലാണ്. അപ്പൊ മുൻപന്തിയിൽ നിൽക്കണമെങ്കിൽ നമുക്കറിയില്ല. അതിലെ അരുണുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ രാവിലെ ചില വചനങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരെയും തുല്യരായി കാണണം. പിന്നെ അല്ല, സ്ത്രീകളുടെ കാര്യങ്ങൾ പറയാറുണ്ട്. സ്ത്രീകളെ എങ്ങനെ ഇത് ചെയ്യണം. പിന്നെ ഒരിക്കൽ ഞാൻ കേട്ടിരുന്ന സമാധാനത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ യുദ്ധത്തിനെ പറ്റി അദ്ദേഹം പറയുന്നത് കേൾക്കാം. അതേപോലെ തന്നെ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ സുജയ ഉൾപ്പെടെയുള്ളവർ സ്ത്രീ ശാക്തീകരണത്തെയൊക്കെ പറ്റി ഞാൻ ഇങ്ങനെ പല ചർച്ചകളും കേട്ടിട്ടുണ്ട്. അത് അവരങ്ങനെ പറയും. ഈ റേറ്റിംഗിൽ 1-ാം സ്ഥാനം എത്തണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല ശ്രീത്തെ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നോണമല്ല. ഇല്ല പറഞ്ഞോണം, പണ്ടില്ല ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനങ്ങളെ അടിമകളാക്കി പിഴിഞ്ഞെടുക്കുന്ന ആ രീതിയിൽ നിന്നെങ്കിൽ അവർ റേറ്റിംഗിൽ 1-ാം സ്ഥാനം തന്നെ. അത് ഇടയ്ക്ക് 24 അത്തരത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അവരങ്ങ് ഡൗൺ ആയി, താഴോട്ടങ്ങ് പിൻവലിഞ്ഞ്. ഏഷ്യാനെറ്റ് ആയിരുന്നു പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനൽ. ഏഷ്യാനെറ്റാണ്. അവർ വാർത്തകൾ പെതുക്കെയാണെങ്കിൽ ശ്രീത്ത് പറഞ്ഞതുപോലെ പെതുക്കെയാണെങ്കിലും പക്ഷെ കൃത്യതയോടുകൂടിയാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ദൂരദർശൻ ആരും ഇപ്പോൾ കാണാറില്ല. അപ്പോൾ ഏഷ്യാനെറ്റ് ആയിരുന്നു പൊതുവെ. ഇപ്പോഴും ഏഷ്യാനെറ്റിന് ആ ഒരു വ്യൂവേഴ്സ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടറിൻ്റെ ഈ ഒരു ഓട്ടവും ചാട്ടവും, അരുണിൻ്റെ ആ വാക്ചാതുര്യം, സുജയുടെ അരുണിൻ്റെയും മറ്റേ ഇവരുടെയൊക്കെ ഒരു അവസാനത്തെ എഡിറ്റേഴ്സ് കോളം ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറയുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വല്ലാത്തൊരു പ്രതീതിയാണ് ഉണർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ മാത്രമല്ല, ഇപ്പോൾ ഇന്നത്തെ തന്നെ ഒരു ബ്രേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ, റിപ്പോർട്ടർ ചാനലിൻ്റെ പൊതു നിലവാരം ഞാൻ പറയാം. ഇന്നത്തെ ഒരു ബ്രേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ കണ്ട ഒരു സംഗതി തമ്മിലടിയാണ്. കോൺഗ്രസിൻ്റെ തമ്മിൽ സ്ഥിരം അവർ കൊടുക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെ എവിടൊക്കെ ഇട്ട് മൈക്ക് ചൂണ്ടി ഒന്നീ രമേശ് ചെന്നിത്തലയുടെ വായിക്കത്തോട്ടെ, അല്ലെങ്കിൽ വി ഡി സതീശൻ പിന്നെ അതിൽ നിന്നൊന്ന് മാറും, പിന്നെ അല്ലെങ്കിൽ സുധാകരൻ്റെ അടുത്തോട്ടെ ഈ മൈക്ക് കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരാളെ കണ്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും റിപ്പോർട്ടർ ചാനൽ. എന്നിട്ട് അവരുടെ വായിരിക്കുന്ന എന്തെങ്കിലും കിട്ടിയാൽ അത് ഉടനെ എടുത്തില്ലേ ചെറിയൊരു സാധനം വിപുലീകരിച്ച് വലിയ ഇതാക്കി തമ്മിലടി. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് പാർട്ടി റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരിക്കുന്ന ഒരു അതെ. നിലമ്പൂര് ഇടയ്ക്കിടയ്ക്ക് വി ഡി സതീശായിട്ട് കൊടുക്കുന്നതാണായിരുന്നു. നിലമ്പൂർ എന്തായിരുന്നു അരുൺ പറഞ്ഞുകൊണ്ടിരുന്നത്? നിലമ്പൂർ ഇതാ ഇപ്പം പൂക്കും, എന്തൊക്കെയാ മാതളം പൂക്കോ പൂക്കാലം പൂക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 8 നില പൂത്ത് പൊട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഇവർ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നീ UDFൻ്റെ, ഇപ്പം അതാ അടുത്ത BJPയുടെ കുറച്ച് മുമ്പ് ഞാൻ ഒരു ബ്രേക്കിംഗ് ഇത് കണ്ടതാണ്. BJPക്കകത്ത് കെ സുധാകരനും സുരേന്ദ്രനും ഇവരെ പ്രധാനപ്പെട്ട നേതാക്കളെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് തമ്മിലടിച്ചു. ഇങ്ങനെ BJPയെയും UDFനെയും ഇട്ട് തമ്മിലടിപ്പിച്ചും അതിനകത്ത് കുത്തിത്തിരിപ്പുകൾ എടുത്തും ജനങ്ങളിലേക്ക് എത്തുന്നതല്ല മാധ്യമ പ്രവർത്തനം. എന്നാൽ CPMന് തൊടത്തില്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. CPM അതെന്താ, പാർട്ടിക്കകത്ത് കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങളൊന്നുമില്ല. അതൊരു നൈസായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ വികാരത്തേക്ക് ഉണർത്താൻ പറ്റിയ നല്ല സൈക്കോളജി അവർക്ക് നന്നായിട്ട് റിപ്പോർട്ടർ ചാനലാണ്. അതിനെ എടുത്ത് അവർ കച്ചവടമാക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുറേയൊക്കെ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കേണ്ടത്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാത്രം മൈക്കെടുത്തുകൊണ്ട് പോകരുത്, മറ്റേ പാർട്ടിയിലേക്ക് പോയി ചൂണ്ടാതിരിക്കരുത്. എല്ലാം അത്തരത്തിൽ വേണം പോകണം. ഇതിപ്പോൾ ഇതിൽ 1-2 പേരാണ് ഇതിൽ നിന്നിപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നു ബ്യൂറോ ചീഫിനെയൊക്കെ പറ്റി വളരെ മോശമായിട്ടാണ്. തലസ്ഥാനത്ത് വിഷപ്പാമ്പായി അയാൾ വാഴുന്നു, പിതൃശൂന്യനൊപ്പം പണിയെടുക്കേണ്ടി വരുന്നു, പിന്നെന്തോ അവർക്ക് കൃത്യമായി സാലറി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഈ പറഞ്ഞോണം അഞ്ജലിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിലൊക്കെ കുറിച്ചിട്ട് ഞാനും കണ്ടു. അപ്പോൾ ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടർ ചാനലിന് മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കുറേ സുഹൃത്തുക്കളും ഉണ്ട്. അല്ല, പണ്ട് നാം പത്രങ്ങളുമായി ബന്ധപ്പെട്ടാലും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പല ചാനലുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വയം നിയന്ത്രണം ഉണ്ടായിരുന്നു. ഏത് വാർത്ത കൊടുക്കണം, ഈ വാർത്ത കൊടുത്താൽ ചിലപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ജാഗ്രത അവർക്കുണ്ടായിരുന്നു. ഈ റിപ്പോർട്ടറിന് അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു
എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് ഒന്നുമില്ല. അവര് ഇന്ന് തന്നെ ആരുടെയാണെന്ന് അറിഞ്ഞു ഈ പറഞ്ഞോണം ഈ രമേശ് കാരണം അതിൽ ഏറ്റവും തമാശ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടാണ്. അതെ അതെ അത് എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. അത് മാത്രല്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ മാത്രമല്ല, ഈ വിമാന അപകടം ഉണ്ടായില്ലേ, വിമാന അപകടം ഉണ്ടായപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് അവരുടെ പേരെന്തുവായിരുന്നു, സുജയുടെ കൂടി ഇരിക്കുന്ന സ്മൃതി ഒരു ഇത് കൊടുത്തു. ഇപ്പൊ വരുന്ന വാർത്ത 242 അല്ല 200-ിലധികം ആൾക്കാരാണ് ഇപ്പൊ മരിച്ചിരിക്കില്ലേ. നമ്മള് ക്രിക്കറ്റിനകത്ത് മറ്റേ ഇത് പറയുന്ന രീതി അത് ഭയങ്കര ട്രോള്. ഒരു മരണവിവരമാണ് പറയുന്നത്, വിമാനാപകടത്തിൽ ബ്രേക്കിംഗ് വരുന്നു, അത് ഒരു മരണവിവരമാണ് ഇത് ബ്രേക്കിങ്ങിലൂടെ പറയുന്നത്. അതിനൊരു സൗമ്യതയോടുകൂടി ഇവർ എന്തിനാണ് ഈ വാ കീറുന്നത്? സൗമ്യത, ഇത്ര പേരാണ് നമ്മുടെ രാജ്യത്തിന് ഇത് എന്ന് പറയാതെ അത് എന്തോ വലിയ സംഭവം. യുദ്ധം അവിടെ പൊട്ടിയിരിക്കുന്നു, ഇത്ര പേര് മരിച്ചിരിക്കുന്നു, പാകിസ്ഥാനിൽ ഇത്ര മരിച്ചിരിക്കുന്നു, ഇറാനിൽ ഇത്ര, എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതേ മറ്റേ ഇതൊക്കെ വെച്ച് മറ്റേ സിനിമ സ്റ്റൈല് കണ്ടിട്ടില്ലേ അവരുടെ ഗ്രാഫിക്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ നല്ലത് തന്നെ, പക്ഷേ കുറേയൊക്കെ ഒരു മയം വേണം. ഇതെന്തോ വലിയ യുദ്ധമുണ്ടായാലും ആരെങ്കിലും മരിച്ചാൽ തന്നെ അത് ഉടനെ ബാക്ക്ഗ്രൗണ്ട് അങ്ങ് സെറ്റ് ചെയ്യും. ഇത് എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിയണോ. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതാണ്. സുജയൊക്കെ ഞാൻ കണ്ടിട്ടോ, മറ്റേ ടാങ്കറിനകത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയാണ്, പക്ഷെ അത് വെറും വികൃതമാകുന്ന തരത്തിലാകരുത്. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു അതിനൊക്കെ ഒരു അന്തസ്സ് വേണം, ഒരു മര്യാദ, ആ ഒരു രീതിയിലായിരിക്കണം മാധ്യമ പ്രവർത്തനം. എന്തിനെ അങ്ങ് ഈ പറയുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ വിമർശിക്കും. ഇപ്പോൾ ഈ ഇതിലെ മാധ്യമ പ്രവർത്തകരെ 1-2 പേരെ റിസൈൻ ചെയ്തതിന് മുന്നേ ഇവർ ഇത്തരത്തെ പ്രതിഷേധിച്ച് ഫേസ്ബുക്കിൽ കുറിക്കും. കാരണം ഇവരൊക്കെ ചില ഫ്രണ്ട്സ് എൻ്റെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ അല്ല, അതിൻ്റെ മുതലാളിയും ഈ അരുണായാലും സ്മൃതി ആയാലും സുജി ആയാലും ഈ അല്ലെ എന്തോ ഒരു ബോധവൽക്കരണം പോലെ, ഒരു പൊതുപ്രവർത്തനം പോലെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി, പാവപ്പെട്ടവനും പണക്കാരനും വെളുത്തവനും കറുത്തനും വേണ്ടി സംസാരിക്കുന്നു, വേടനെ കൊണ്ടുവരുന്നു. പക്ഷെ അതിനുള്ളിൽ നടക്കുന്നത് പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്നത് ഈ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ പല വ്യാജ വാർത്തകളും. അതാണല്ലോ ഈ കോൺഗ്രസും BJP എല്ലാം വലിയ രീതിയിൽ ഇവർക്കും എതിരെ തിരിയുന്നത്. അതാണ് ഈ വ്യാജ വാർത്തകൾ നൽകുന്നു, അറിയാത്ത കാര്യങ്ങൾ നൽകുന്നു. ഈ അറിയാത്ത കാര്യങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ അത് മാറി വരും. പക്ഷെ ഞങ്ങൾ മുൻപ് ചെയ്ത വാർത്ത തെറ്റാണെന്ന് ഇവർ അത് പറയത്തില്ല. പക്ഷെ നേരത്തെ നമ്മൾ പഴയ പത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു, എന്തെങ്കിലും തെറ്റ്, ഈ ഇടയ്ക്ക് മനോരമ ഏതോ ഒരു തെറ്റ് വാർത്ത, ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം, ഈ വാർത്ത തെറ്റാണെന്നൊന്നും അവർ പറയാറില്ല. അതങ്ങനെയാണ്, അതങ്ങനെ വിട്ടു, അത് പിന്നീട് അത് തെറ്റാണ്, അങ്ങനെ അത് വെച്ച് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സത്യം എന്ന് പറയുന്ന ഒരു സംഗതി അതങ്ങ് ഇല്ലാണ്ടാവുകയാണ് ഇവരുടെയൊക്കെ ഈ ചാനലിലൂടെ വരുന്നത്. അപ്പോൾ അത് ഒരിക്കലും പാടില്ല. ഇപ്പം ഇവർ ഈ തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതോടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അതേ ചാനലിലാണ് ഇത്തരത്തിലുള്ള, അവർക്ക് നന്നായിട്ട് ഈ പറഞ്ഞ ടാർഗറ്റ് കാണും. കാരണം ഓരോ ബ്യൂറോയിൽ നിന്ന് ഇത്ര വാർത്തകൾ വരണം, പെട്ടെന്ന് വാർത്ത വരാതെ മറ്റേതെങ്കിലും ചാനൽ എടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ചിലപ്പം ശമ്പളത്തിൽ നിന്ന് വേണ്ടി അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇവർക്ക് ടോർച്ചറിങ് കിട്ടുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇവർ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ചാനൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവർക്ക്, എനിക്ക് അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്, അപ്പം നല്ല രീതിയിലുള്ള പ്രഷർ അവർക്കുണ്ട്, ജോലി ഇടത്തിൽ പ്രഷർ അവർക്കുണ്ട്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് ചിലപ്പോൾ അവർ 10-12 എത്രയോ മണിക്കൂറുകളാണ് അവരവിടെ ചിലവഴിച്ച്. സുജയ് തന്നെ ഒരിക്കൽ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നു, 16 മണിക്കൂർ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്, കിടക്കുന്നത് 3-4 മണിക്കൂറാണെന്ന് സുജയ് പറഞ്ഞത് എനിക്കറിയാം, ഞാൻ ഒരു ചാനലിലൂടെ കേട്ടെ. അപ്പം അവരത്രയും ജോലി ചെയ്യുന്നുണ്ട് ഈ താഴേക്കിടയിലുള്ള. കാരണം ഒരു പുറമേ ഈ ആങ്കറിങ് ചെയ്യുന്നവർ മാത്രമല്ലല്ലോ, ഇതിൻ്റെ പിന്നാമ്പുറത്ത് ശ്രീജിത്തിനെ അറിയാമല്ലോ, ബ്രേക്കിംഗ് അടിക്കുന്നവരുണ്ട്, പുറത്ത് ഇത് ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, നിരവധി പേരുടെ ഒരു കോർഡിനേഷനാണ് ഒരു ചാനലിലൂടെ നമ്മൾ കാണുന്ന പല സംഗതികളും. അപ്പോൾ എഡിറ്റേഴ്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഷറുകൾ നൽകുമ്പം ശരിക്കും മടുക്കും. ഒരു പക്ഷേ അവർ ശമ്പളം കൊടുക്കുന്നുണ്ടായിരിക്കും, നല്ല ശമ്പളമായിരിക്കും ആ തസ്തിക, അല്ലെങ്കിൽ നല്ല ശമ്പളവും നല്ല സ്ഥാപനം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവരൊന്നും വിടാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇത് ശരിയോ തെറ്റോ അതൊന്ന് അവിടുത്തെ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഞാൻ കുറ്റം പറയാം, വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പല വാർത്തകളും നമുക്ക് കിട്ടുന്നത്. അത് അതിൻ്റെ ചാരുതയോടുകൂടി, അതിൻ്റെ സത്യാവസ്ഥയിലൂടെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും, അതോടൊപ്പം തന്നെ നിങ്ങൾ മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പം നിങ്ങളുടെ തൊഴിലിടത്തിലെ എങ്ങനെയാണ്, അവരെല്ലാം ഹാപ്പിയാണോ എന്ന് വെച്ചാൽ, നമ്മൾ തന്നെ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതൊരു നല്ല രീതിയിൽ ആ ചാനലിന് വരത്തില്ല. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ റേറ്റിങ്ങിന് ഹൈ ആയിട്ട് നിൽക്കും, പക്ഷെ നാളെ ഒരു സമയത്ത് നിങ്ങളുടെ തൊഴിലിടത്തിലുണ്ടായ ഈ ഒരു പ്രശ്നം
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ഇപ്പോൾ കൂപ്പുകുത്തി താഴോട്ട് ഇറക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് പ്രഷർ കൊടുത്ത് എന്നാൽ അവരെ നിയന്ത്രിക്കേണ്ടെന്ന് നിയന്ത്രിച്ച് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ നല്ലത് കിട്ടുന്നത്, നല്ല അംശം സ്വീകരിക്കാനൊക്കെ കഴിവുള്ള, അല്ലെങ്കിൽ ഇതിന് എന്താണ് പ്രശ്നം പറ്റിയെന്ന് അത് പരിഹരിക്കാൻ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. മാത്രമല്ല ഈ അനാവശ്യമായിട്ടുള്ള ബ്രേക്കിംഗ്, അനാവശ്യമായിട്ടുള്ള ഈ പലരുടെയും നീളെയുള്ള മൈക്കെടുപ്പ് അത് നിർത്തിക്കൊണ്ട് വാർത്ത യഥാർത്ഥത്തിൽ യഥാസമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരിക. അല്ലാതെ നമുക്കൊന്നും റിപ്പോർട്ടർ ചാനലിനോട് വലിയ ഈ പറഞ്ഞോണം ശത്രു ഒന്നുമല്ല നമ്മുടെ. നല്ല വാർത്തകൾ വരട്ടെ അല്ലേ.